സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകി. എൻ ഷംസുദ്ദീനാണ് വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സർ ഉയർന്നു വരുന്ന കഥകൾ വളരെ ദൈന്യതയാർന്നതാണ് സാർ, ഭീതിതമാണ് സാർ, ഭീകരമാണ് സാർ. കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊല്ലുന്ന പൈശാചികത ബാലരാമപുരത്ത് നമ്മൾ കാണുകയുണ്ടായി സാർ. ഈ പിണറായി കാലത്തെ ക്രമസമാധാന സ്ഥിതി വളരെ ലജ്ജാവഹമാണ് സ്ഥിതി സാർ. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ അടിയന്തരമായി ഈ സഭ നിർത്തിവെക്കണമെന്ന് ഞാൻ ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ ക്രമസമാധാന നില തകർന്നതായി കാണിക്കുവാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ ഉപക്ഷേപത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. സൈബർ കുറ്റകൃത്യങ്ങളടക്കം നേരിടാൻ പോലീസ് കാര്യക്ഷമമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കുറ്റം ആര് ചെയ്താലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. വീഴ്ചകൾ ചിലത് സംഭവിക്കുന്നുവെന്നത് അത് ഗൗരവമായി കണ്ട് ഈ നന്മകളും നല്ല കാര്യങ്ങളും ചെയ്യുന്നു എന്നതിൻ്റെ മേലെ ആരെങ്കിലും ഒരാൾ വീഴ്ച കാണിച്ചാൽ, ഏതെങ്കിലും ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാൽ അത് മറച്ചു വെക്കാനോ അതിനെ ഇല്ലാതാക്കാനോ ഉള്ള നടപടിയല്ല ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ കർക്കശമായ നടപടി സ്വീകരിക്കും. എന്നാൽ നിയമപരമായി നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സർവ്വവിധ പിന്തുണയും നൽകുകയും ചെയ്യും. ആദ്യം പറഞ്ഞതുപോലെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നില്ല. ക്രമസമാധാന നില ഇത്രയും വഷളായ ഒരു സാഹചര്യം ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. പോലീസ് ഗുണ്ട നെക്സസ് ഉണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം, സാധാരണക്കാരുടെ ജീവിതം ഈ ഗുണ്ടകളുടെ കടാരത്തുമ്പിലാണ്. സാർ, ഇതിനെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല. സാർ, പോലീസിൽ അനാവശ്യമായ പൊളിറ്റിക്കൽ പേട്രണേജ് രാഷ്ട്രീയ നേതൃത്വം ഈ ഗുണ്ടകൾക്ക് നൽകി കേരളത്തെ നിങ്ങൾ ഗുണ്ടകളുടെ നാടാക്കി മാറ്റുന്നു. സർ, അതിലുള്ള ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു.